പ്രിയ വിദ്യാർത്ഥികളെ, +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റാമർ എന്ന കവിതയുടെ സമ്മറി, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മേജർ പോയറ്റിക് ഡിവൈസസ്, തീം ഓഫ് ദ പോയം, മെസ്സേജ് ഓഫ് ദ പോയം, ഇതെല്ലാം ഉൾപ്പെടുന്ന അപ്രീസിയേഷൻ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ കവിത രചിച്ചിരിക്കുന്നത് മലയാളിയായ കെ സച്ചിദാനന്ദൻ എന്ന കവിയാണ്. നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. K. Sachidanandan, born in 1946 in Kerala, is an Indian poet writing in Malayalam and English. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ കവിത എഴുതുന്ന ഇന്ത്യൻ കവി. സച്ചിദാനന്ദൻ 1946 കേരളത്തിലാണ് ജനിച്ചത്. He is known as a pioneer of modern poetry in Malayalam. മലയാള ഭാഷയിൽ ആധുനിക കവിതകളുടെ തുടക്കക്കാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. He is also a critic, columnist, translator and the former secretary of the കേന്ദ്ര സാഹിത്യ അക്കാദമി. ഒരു കവി മാത്രമല്ല, പത്രകോളങ്ങളിൽ സ്ഥിരമായിട്ട് എഴുതുന്ന കോളമിസ്റ്റ്, ക്രിറ്റിക് സാഹിത്യ നിരൂപകൻ, ട്രാൻസ്ലേറ്റർ, അതോടൊപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻകാല സെക്രട്ടറി, ഇതൊക്കെയാണ് സച്ചിദാനന്ദൻ. As an intellectual, upholding secular and democratic views, he supports causes like environment, human rights and free software. മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന നിലക്ക് അദ്ദേഹം പാരിസ്ഥിതിക വിഷയങ്ങൾ, മനുഷ്യാവകാശ വിഷയങ്ങൾ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. His lectures and articles on issues concerning contemporary Indian literature are thought-provoking. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും രചനകളും, പ്രത്യേകിച്ച് വർത്തമാനകാല ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചുള്ളതൊക്കെ തോട്ട് പ്രൊവോക്കിംഗ്, വളരെയധികം ചിന്താപ്രേരകമാണ്. ഹി വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2011. 2011 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. Now let's go through the lines of the poem. Stammer is no handicap, it is a mode of speech. കവി പറയുന്നത് സ്റ്റാമർ, എ സ്പീച്ച് ഡിഫക്റ്റ്, സംസാര വൈകല്യം അഥവാ വിക്ക്, അതൊരു ഹാൻഡിക്യാപ്പ്, ഡിസബിലിറ്റി അല്ല, അതൊരു വൈകല്യമല്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്, ഇറ്റ് ഈസ് അനദർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊരു ആശയവിനിമയത്തിൻ്റെ മറ്റൊരു രീതിയാണ്, മറ്റൊരു സംസാര രീതിയാണ് സ്റ്റാമർ. അതല്ലാതെ അതൊരിക്കലും ഒരു വൈകല്യമായി കാണേണ്ടതില്ല. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. കവി സ്റ്റാമർ എന്ന അവസ്ഥയെ സൈലൻസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സൈലൻസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഒരാൾ ഒരു പദം ഉച്ചരിക്കുന്നു, ആ പദത്തിന് അയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കണ്ടെത്താൻ എടുക്കുന്ന ഒരല്പസമയം, ആ വാക്കിൻ്റെയും അതിൻ്റെ അർത്ഥത്തിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരല്പസമയം, അതല്ലെങ്കിൽ ഒരു ചെറു നിശബ്ദത, അത് മാത്രമാണ് സ്റ്റാമർ. ജസ്റ്റ് ആസ് ലെയിംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. ലെയിംനെസ്, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എനാബിൾ ടു വാക്ക് നോർമലി. ഒരാൾക്ക് സ്വാഭാവികമായി നടക്കാൻ കഴിയാത്ത അവസ്ഥ, നാം മുടന്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാൾക്ക് അയാളുടെ വാക്കും, ആ വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഡീഡ്, പ്രവർത്തനം, ആ പ്രവർത്തനത്തിലേക്ക് അയാൾ ഒരുങ്ങാനെടുക്കുന്ന ഒരല്പസമയം, ഒരു നിശബ്ദത, അതുപോലെ തന്നെയാണ് സ്റ്റാമർ എന്നുള്ളതും. സ്റ്റാമർ എന്നതിനെ സൈലൻസുമായിട്ട് മെറ്റഫോറിക്കലായിട്ട്, ഒരു മെറ്റഫർ പോലെ കവി കമ്പയർ ചെയ്യുന്നു. വീണ്ടും സ്റ്റാമറിനെ ഒരു സിമിലി രൂപത്തിൽ ജസ്റ്റ് ആസ് ലെയിംനെസ്, ഒരാളുടെ മുടന്ത് പോലെ, ആ ഒരു മുടന്ത് അയാളുടെ പ്രവർത്തനത്തിലേക്ക് എടുക്കുന്ന ഒരല്പസമയം, ഒരു താമസം, നിശബ്ദത, അതുപോലെ മാത്രമേ ഉള്ളൂ സ്റ്റാമർ. അല്ലാതെ സ്റ്റാമർ ഇസ് നോട്ട് എ സീരിയസ് ഡിസാബിലിറ്റി. അതൊരിക്കലും ഗൗരവതരത്തിലുള്ള ഒരു പോരായ്മ, ഒരു വൈകല്യമല്ല എന്നാണ് കവി സമർത്ഥിക്കുന്നത്. സ്റ്റാമർ എന്നുള്ളത് ഒരു സീരിയസ് ഡിസാബിലിറ്റി അല്ല എന്ന് സമർത്ഥിച്ചതിന് ശേഷം, സ്റ്റാമർ ഭാഷ പോലെ പ്രധാനപ്പെട്ടതോ അതൊരു ഭാഷ തന്നെയാണോ എന്ന് സമർത്ഥിക്കാനാണ് കവി ശ്രമിക്കുന്നത്.
അതിനുവേണ്ടി അദ്ദേഹം ഏതാനും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഡിഡ് സ്റ്റാമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? സ്റ്റാമർ എന്നുള്ള അവസ്ഥ മനുഷ്യർ ഭാഷ ഉപയോഗിക്കുന്നതിന് മുമ്പുണ്ടായ ഒന്നാണോ? ഓർ സക്സീഡ് ഇറ്റ്, അതല്ല ഭാഷ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഭാഷകളെ പിന്തുടർന്ന് വന്നതാണോ? പ്രൊസീഡ് ആൻഡ് സക്സീഡ് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. പ്രൊസീഡ് മീൻസ് ബി ബിഫോർ ഇൻ ടൈം. നാം ഉദ്ദേശിക്കുന്ന ഒരു സമയത്തിനു മുമ്പ്, ഭാഷയ്ക്ക് മുമ്പുള്ള ഒരവസ്ഥയാണോ സ്റ്റാമർ? അതല്ല ഭാഷ കണ്ടുപിടിച്ച് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഭാഷയെ പിന്തുടർന്ന് വന്ന ഒന്നാണോ സ്റ്റാമർ? ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? വീണ്ടും കവി ചോദിക്കുന്നത്, സ്റ്റാമർ ഒരു ലാംഗ്വേജ് തന്നെയാണോ? ലോകത്ത് ധാരാളം ലാംഗ്വേജസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് പോലെ തന്നെയുള്ള ഒരു ലാംഗ്വേജ് ആണോ സ്റ്റാമർ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൻ്റെ റീജിയണൽ വെറൈറ്റി, ഡയലക്റ്റ്, പ്രാദേശിക രൂപമാണോ സ്റ്റാമറിങ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സ്റ്റാമർ എന്ന അവസ്ഥയെ ഈ കവിതയിലൂടെ ആഘോഷിക്കുകയാണ്. അതൊരിക്കലും ഒരു ഡിസബിലിറ്റി അല്ല, ഒരു ഹാൻഡിക്യാപ്പ് അവസ്ഥയല്ല. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഇത്തരമൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഭാഷാശാസ്ത്രജ്ഞർ പോലും സ്റ്റാമർ, അവർക്കും അതിന് മറുപടി പറയാൻ പ്രയാസമായിരിക്കും. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. അവർക്കും കൃത്യമായൊരു മറുപടി പറയാൻ ഇതിന് കഴിയില്ല. സ്റ്റാമർ ഒരിക്കലും ഒരു ഡിസബിലിറ്റി അല്ല, അതൊരു പ്രത്യേകമായ, വളരെ യുണീക്കായിട്ടുള്ള, അതുല്യമായ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കഴിവാണ്, ഒരു അവസ്ഥയാണ്. ഇതാണ് കവി സമർത്ഥിക്കുന്നത്. വിക്ക് എന്ന പേരിൽ മലയാളത്തിൽ കവി സച്ചിദാനന്ദൻ എഴുതിയ കവിതയുടെ അദ്ദേഹം തന്നെ ചെയ്ത ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് സ്റ്റാമർ എന്ന ഈ കവിത. ഈ കവിത ശരിയാമിതം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾ ആ മലയാളം കവിതാ വരികൾ വായിക്കുന്നത് ഉപകാരപ്പെടും. നമുക്ക് ആ വരികളൊന്ന് വായിക്കാം. വിക്ക് വൈകല്യമല്ല, ഒരു സംസാര രീതിയാണ്. വാക്കിനും അർത്ഥത്തിനും ഇടയ്ക്ക് വരുന്ന ചില മൗനങ്ങളെയാണ് നാം വിക്കെന്ന് വിളിക്കുന്നത്. വാക്കിനും പ്രവൃത്തിക്കുമിടയ്ക്കുള്ള മൗനങ്ങളെ മുടന്തെന്ന് വിളിക്കുന്നത് പോലെ തന്നെ. ഭാഷയ്ക്ക് മുമ്പാണോ വിക്കുണ്ടായത്, അതോ ഭാഷയ്ക്ക് ശേഷമോ? ഭാഷയുടെ ഒരു പ്രാദേശിക വ്യതിയാനമാണോ വിക്ക്, അതോ സ്വയം ഒരു ഭാഷയോ? ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭാഷാ ശാസ്ത്രജ്ഞർ വിക്കുന്നു. തുടർന്ന് കവി പറയുന്നത്, ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. ഓരോ പ്രാവശ്യം നാം സ്റ്റാമർ ചെയ്യുമ്പോഴും വിക്കി സംസാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നാം പ്രയാസപ്പെടുകയല്ല, മറിച്ച് ഗോഡ് ഓഫ് മീനിങ്സ്, ഭാഷയുടെ അർത്ഥങ്ങളുടെ ദൈവത്തിന് അഥവാ ഭാഷയ്ക്ക് നാം പുതിയ ബലിയർപ്പിക്കുകയാണ്. ഭാഷയിലേക്ക്, ഭാഷയുടെ അർത്ഥതലങ്ങളിലേക്ക് നാം മുതൽ കൂട്ടുകയാണ്. കൂടുതൽ പദങ്ങളും അർത്ഥങ്ങളും നാം ഭാഷകളിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. When a whole people stammer becomes their mother tongue. ഒരു കമ്മ്യൂണിറ്റിയിലെ ജനങ്ങൾ ഒന്നിച്ച് സ്റ്റാമർ ചെയ്യുമ്പോൾ അതവരുടെ മദർ ടങ്ങായി മാറുന്നു, അതവരുടെ മാതൃഭാഷയായി തന്നെ മാറുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് us now. നമുക്കൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു മാതൃഭാഷ ഉള്ളതുപോലെ. ഇതിൻ്റെയൊക്കെ തുടക്കം ഇങ്ങനെ തന്നെയാണ്. ഓരോ ഭാഷയും ഓരോ സ്റ്റാമറായിരുന്നു. പുതിയ പുതിയ വാക്കുകളും അർത്ഥങ്ങളും കയറി വന്നാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിനുമുണ്ടായ മദർ ടങ് രൂപപ്പെട്ടത്. ഗോഡ് ഓഫ് മീനിങ്സ് എന്ന പ്രയോഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ഇറ്റ് സെൽഫ്, ഭാഷ തന്നെയാണ്. പക്ഷേ ആ പ്രയോഗം ഗോഡ് ഓഫ് ലാംഗ്വേജസ് ഓർ ഗോഡ് ഓഫ് മീനിങ്സ്, അവിടെ ഒരു ദൈവസങ്കല്പം. ഇന്ത്യൻ സാഹചര്യത്തിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ദ ഗോഡസ് സരസ്വതി, ഓർ ഇൻ ഗ്രീക്ക് മിത്തോളജി ഗോഡ് ഓഫ് ലാംഗ്വേജ് ഹെർമീസ്. ഇങ്ങനെയുള്ള ഒരു ആട്രിബ്യൂഷൻ കവി ഉദ്ദേശിച്ചിരിക്കാം. എന്താവട്ടെ, സ്റ്റാമറിങ് എന്നുള്ളത് ഒരു ഇംപെർഫെക്ഷൻ, ഒരു അപൂർണതയാണെങ്കിൽ ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. കവി പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിനും ആ സ്റ്റാമറിങ്, ആ ഇംപെർഫെക്ഷൻ അനുഭവപ്പെട്ടിരിക്കാം. ദാറ്റ്സ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ്. ആ ഇംപെർഫെക്ഷൻ, ഒരു അപൂർണത ഉള്ളത് കൊണ്ടാണ്
ഓരോ വാക്കിനും സ്ഥിരമായ ഒരർത്ഥമില്ലാതെ മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ ഡിഫറെൻറ്റ് മീനിങ്സ്, വ്യത്യസ്തങ്ങളായ അർത്ഥമുണ്ടാകുന്നു എന്നുള്ള ആ അപൂർണത കൈവരുന്നത്. മാത്രമല്ല, ദാറ്റ്സ് വൈ എവറിഥിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമാൻഡ്സ് സ്റ്റാമേഴ്സ്. മനുഷ്യൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകൾക്കും, അവൻ്റെ പ്രാർത്ഥനകൾക്കും, അവൻ്റെ ആജ്ഞകൾക്കും എല്ലാത്തിനും ഈ ഡിഫറെൻറ്റ് മീനിങ്സ്, വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് എന്നുള്ള ആ ഒരു ഇംപെർഫെക്ഷൻ കൈവരുന്നു. അതെല്ലാം ഏതുപോലെയാണെന്നാണ് കവി പറയുന്നത്? ലൈക്ക് പോയട്രി. ഒരു കവിയുടെ കവിതകൾക്ക് വായനക്കാർ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളും ആശയതലങ്ങളും നൽകുന്ന പോലെ തന്നെയാണ് മനുഷ്യനുപയോഗിക്കുന്ന വാക്കുകൾക്ക് വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ടാകും. അതുതന്നെയാണ് സ്റ്റാമറിങ്. ഇറ്റ് ഈസ് നോട്ട് എ ഡിസബിലിറ്റി അറ്റ് ആൾ എന്നാണ് കവി സമർത്ഥിക്കുന്നത്. മലയാള കവിതയിലെ ഈ ഭാഗം ഇങ്ങനെയാണ്: ഓരോ കുറി വിൽക്കുമ്പോഴും നാം അർത്ഥങ്ങളുടെ ദൈവത്തിന് ഒരു ബലി നൽകുകയാണ്. ഒരു ജനത ഒന്നിച്ചു വിൽക്കുമ്പോൾ അവരുടെ മാതൃഭാഷ വിക്കാകുന്നു. ഇപ്പോൾ നമ്മുടേതെന്ന പോലെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും വിക്കിയിരിക്കണം. അതുകൊണ്ടാണ് മനുഷ്യരുടെ എല്ലാ വാക്കുകളും ദുരൂഹമായത്. അതുകൊണ്ടാണ് മനുഷ്യരുടെ പ്രാർത്ഥനകൾ മുതൽ കൽപ്പനകൾ വരെ എല്ലാം വിക്കുന്നത്, കവിതയെപ്പോലെ. Now, let's examine the appreciation note, including message, theme, poetic devices, etc. The poem Stammer was originally written in Malayalam with the title Vikka by Sachidanandan and later translated into English by the poet himself. സ്റ്റാമർ എന്നുള്ള കവി ആദ്യം രചിച്ചിരുന്നത് മലയാളത്തിൽ വിക്ക് എന്ന ടൈറ്റിലോട് കൂടിയായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെയാണത് സ്റ്റാമർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. In the poem, the poet emphasizes that stammer is not a disability, rather it is a unique way of speech. കവിതയിൽ സ്റ്റാമർ എന്നുള്ളതിനെ ഊന്നി പറയുന്നത് അതൊരിക്കലും ഒരു ഡിസാബിലിറ്റി, ഒരു വൈകല്യമല്ല, നേരെമറിച്ച് അതൊരു അതുല്യമായ രീതിയിലുള്ള സംസാര രീതിയാണ്. People who stammer often experience frustration and emotional distress. സ്റ്റാമർ ഉള്ള വിക്കുള്ള ആളുകൾക്ക് സ്വാഭാവികമായും മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ദേ ആർ റിലക്റ്റൻറ്റ് ടു മീറ്റ് ആൻഡ് ടോക്ക് ടു അതേഴ്സ്. മറ്റുള്ളവരോട് സംസാരിക്കാനും അവർക്ക് മടിയുണ്ടായിരിക്കും. ബട്ട് ദ പോയറ്റ് പെർസീവ്സ് ഇറ്റ് ഡിഫറെൻ്റ്ലി. എന്നാൽ സ്റ്റാമറിങ് എന്നുള്ള അവസ്ഥയെ കവി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നോക്കിക്കാണുന്നത്. ആൻഡ് സെലിബ്രേറ്റ് സ്റ്റാമർ ഇൻ വേരിയസ് വേസ് ഇൻ ദ പോയം. സ്റ്റാമർ എന്നുള്ള അവസ്ഥയെ കവിതയിലുടനീളം വ്യത്യസ്ത രീതിയിൽ അദ്ദേഹം ഒരു ആഘോഷമാക്കുകയാണ്. അതൊരു വൈകല്യമായി തന്നെ കാണുന്നില്ല. അതൊരു അനുഗ്രഹമോ അതല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായ വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ദ പോയം ബിഗിൻസ് വിത്ത് എ സ്ട്രോങ് ഡിനയൽ ദാറ്റ് സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്. കവിത തുടങ്ങുന്നത് തന്നെ ശക്തമായ ഒരു ഡിനയൽ, ഒരു നിഷേധത്തോടു കൂടിയാണ്. ആ നിഷേധം എന്നുള്ളത് സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, അതൊരു വൈകല്യമല്ല, സ്റ്റാമർ എന്നുള്ളതൊരു വൈകല്യമല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ആൻഡ് കണ്ടിന്യൂസ് വിത്ത് എ ഫേം അസേർഷൻ ദാറ്റ് സ്റ്റാമർ ഈസ് അനദർ വേ ഓഫ് സ്പീച്ച്. വീണ്ടും കവി തുടരുന്നത് സ്റ്റാമർ എന്നുള്ളത് അനദർ വേ ഓഫ് സ്പീച്ച്, മറ്റൊരു സംസാര രീതിയാണെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. In the following lines, the poet euphemistically says that stammer is only a silence between a word and its meaning. കവിതയിൽ തുടർന്നു വരുന്ന വരികളിലൂടെ കവി പറയുന്നത് സ്റ്റാമർ എന്നുള്ളത് ഒരു സീരിയസ് ഡിസാബിലിറ്റി അല്ല. ആ അവസ്ഥയെ ലഘൂകരിച്ചുകൊണ്ട് സ്റ്റാമർ ഈസ് എ സൈലൻസ് ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഒരു വാക്കിൻ്റെയും ആ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നിശബ്ദത മാത്രമാണ് സ്റ്റാമർ എന്നാണ് കവി പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദ ലെയിംനെസ് ഈസ് എ സൈലൻസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. ലെയിംനെസ് ഉള്ള, മുടന്തു ഉള്ള ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യാനെടുക്കുന്ന ഒരല്പസമയം, എ പോസ്, ഒരു അല്പ നിശ്ചലത, അതല്ലെങ്കിൽ നിശബ്ദത, അതുപോലെ തന്നെയാണ് സ്റ്റാമറിങ്ങും. എ കെയർഫുൾ മാൻ വിൽ പോസ് എ ലിറ്റിൽ in silence to choose a suitable word before he speaks out rightly and meaningfully.
ശ്രദ്ധാലുവായ ഒരാൾ വാക്കുകൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുക. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അനുയോജ്യമായ അർത്ഥവത്തായ ഒരു വാക്ക് തിരഞ്ഞെടുക്കാൻ അയാൾ അല്പസമയം നിശബ്ദതയിൽ ഒന്ന് നിശ്ചലമായേക്കാം. അതുവഴി റൈറ്റ്ലി ആൻഡ് മീനിങ്ഫുള്ളി, സത്യസന്ധമായിട്ടും അർത്ഥവത്തായിട്ടും അയാൾക്ക് ഭാഷ ഉപയോഗിക്കാൻ കഴിയും. ഇതിനെടുക്കുന്ന ഒരല്പസമയം നിശബ്ദത, അതുമാത്രമാണ് സ്റ്റാമറിങ്. ജസ്റ്റ് ലൈക്ക് ഹി വെയിറ്റ്സ് എ ലിറ്റിൽ ബിഫോർ ഡൂയിങ് സംതിങ് കെയർഫുള്ളി ആൻഡ് അവോയ്ഡിങ് ഹേസ്റ്റ്. അതുപോലെ തന്നെയാണ് ശ്രദ്ധാലുവായ ഒരാൾ ധൃതി ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യം ശ്രദ്ധാപൂർവം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അല്പസമയം. The poet thus smartly compares stammer to this kind of silence and pause. ഈ ഉദാഹരണങ്ങളിലൂടെ കവി വളരെ സമർത്ഥമായിട്ട് സ്റ്റാമർ എന്നുള്ള അവസ്ഥയെ താരതമ്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നിശബ്ദതയോടും നിശ്ചലതയോടുമാണ്. The poet raises two important questions to which even linguists stammer without being able to give proper answers. കവിതയിലൂടെ കവി രണ്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആ ചോദ്യങ്ങൾക്ക് ലിംഗ്വിസ്റ്റിന് പോലും ശരിയാം വിധം ആൻസർ ചെയ്യാൻ പ്രയാസമായിരിക്കും. The poet asks which one came into existence first, stammer or language. കവി ചോദിക്കുന്നത് സ്റ്റാമർ ഓർ ലാംഗ്വേജ്, ഇതിലേതാണ് ആദ്യമുണ്ടായത്? He also asks whether stammer is a dialect or a language itself. വീണ്ടും കവി ചോദിക്കുന്നത് സ്റ്റാമർ എന്നുള്ളത് ഒരു ഭാഷ തന്നെയാണോ, അതല്ല ഒരു ഭാഷയുടെ പ്രാദേശിക വ്യതിയാനം, ഡയലക്റ്റ് മാത്രമാണോ എന്നാണ്. Through these questions, the poet actually wants to celebrate stammer by giving it the status of a language or even the position of the predecessor of the human languages. ഈ ചോദ്യങ്ങളിലൂടെ കവി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റാമർ എന്നുള്ള അവസ്ഥക്ക് ഒരു ഭാഷയുടെ സ്ഥാനം നൽകാനാണ്. അതല്ലെങ്കിൽ ഭാഷയെക്കാളും മുമ്പിൽ ഭാഷയുടെ മുൻഗാമിയുടെ ഒരു സ്ഥാനം നൽകാനാണ്. The poet again praises stammering by metaphorically comparing it to a sacrifice to God. സ്റ്റാമറിംഗ് എന്നുള്ള അവസ്ഥയെ കവി വീണ്ടും പ്രകീർത്തിക്കുന്നു. ദൈവങ്ങൾക്ക് നൽകുന്ന ഒരു ബലിയോട് മെറ്റഫോറിക്കലി കമ്പയർ ചെയ്തുകൊണ്ടാണ്, താരതമ്യം ചെയ്തുകൊണ്ടാണ് കവി സ്റ്റാമറിങ്ങിനെ പ്രകീർത്തിക്കുന്നത്. When one stammers, one is actually offering different meanings and interpretations of words to the richness of a language. ഒരാൾ യഥാർത്ഥത്തിൽ സ്റ്റാമർ ചെയ്യുമ്പോൾ അദ്ദേഹം ഭാഷയിലേക്കും ഭാഷയുടെ സമ്പുഷ്ടതയിലേക്കും പുതിയ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും മുതൽ കൂട്ടുകയാണ്. The poet argues that when a whole people stammer, stammering becomes their mother tongue. കവി പറയുന്നത് ഒരു സമൂഹം ഒന്നടങ്കം സ്റ്റാമർ ചെയ്യുമ്പോൾ അവർ അവരുടെ ഒരു മാതൃഭാഷയെ സൃഷ്ടിക്കുകയാണ്. He wants to prove his argument citing examples from the growth of languages now. ലോകത്ത് ഭാഷകളുടെ ഉത്ഭവവും വളർച്ചയും ഇക്കാലത്തും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഈ കാലത്തെ ഭാഷാ വളർച്ചകൾ ഉദാഹരണമായി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാദഗതികളെ സമർത്ഥിക്കുന്നത്. In every community there is a language and many dialects of its own. ഓരോ സമൂഹത്തിലും ആ സമൂഹത്തിൻ്റേതായ ഒരു ഭാഷയും അതിൻ്റെ ഭാഷാ പ്രാദേശിക വ്യതിയാനങ്ങളുമുണ്ട്. This indicates that stammering is the natural way people communicate. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സ്റ്റാമറിംഗ് എന്നുള്ളത് മനുഷ്യരുടെ സ്വാഭാവികമായ ഒരു ആശയ വിനിമയ രീതി തന്നെയാണ്. And this is how each language grew and developed to the present state, enabling us to argue for our views on a subject with its various interpretations. ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഭാഷകൾ വളർന്നതും പുരോഗതിപ്പെട്ടതും അതുവഴി നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ഓരോ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും കൽപ്പിച്ച് ഭാഷകളും വാക്കുകളും ഉപയോഗിച്ച് നമുക്കൊക്കെ വാദിച്ചു നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കിയതും സ്റ്റാമറിംഗ് തന്നെയാണ്. In the final stanza,
The poet finds imperfection even in God's creation of humans. കവിതയുടെ അവസാന സ്റ്റാൻസയിൽ കവി ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ അപൂർണത കണ്ടെത്തുന്നു. If stammer is an imperfection, that imperfection is reflected in every creation of God. സ്റ്റാമറിങ് എന്നുള്ളത് ഒരു ഇംപെർഫെക്ഷൻ, അപൂർണതയാണെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയിലും ആ അപൂർണതയുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷയിലെ വാക്കുകൾക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായത്. സ്റ്റാമറിങ് ഈസ് ഡൈവേഴ്സിറ്റി. കവി പറയുന്നത് സ്റ്റാമറിങ് എന്നുള്ളത് യഥാർത്ഥത്തിൽ വ്യത്യസ്തതയാണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ അവർ വേർഡ്സ്, പ്രേയേഴ്സ് ആൻഡ് ഈവൻ പോയട്രി ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും കവിതകൾക്ക് പോലും വ്യത്യസ്തമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നത്. ദ പോയം ഹാസ് 6 stanzas. ഈ കവിതയ്ക്ക് 6 സ്റ്റാൻസകളാണുള്ളത്. ബട്ട് ലാക്സ് കൺസിസ്റ്റൻസി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ഈച്ച് സ്റ്റാൻസ. എന്നാൽ ഓരോ സ്റ്റാൻസിലെയും വരികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരതയില്ല. ദ പോയം ഡസ് നോട്ട് ഹാവ് എ സ്പെസിഫിക് റൈം സ്കീം. കവിതയ്ക്ക് കൃത്യമായ ഒരു റൈം സ്കീമും ഇല്ല. Now, a few major literary devices which can be seen in the poem are, ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട ലിറ്റററി ഡിവൈസസ്. Repetition. The title of the poem, the word stammer is repeated many times in the poem. കവിതയുടെ ടൈറ്റിൽ സ്റ്റാമർ എന്നുള്ള പദം കവിതയിൽ പല പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. റെപ്പറ്റീഷൻ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഉദാഹരണമാണിത്. കോൺസണൻസ്. The consonant sound s is repeated 4 times in the line, stammer is the silence that falls. കോൺസണൻ്റ് സൗണ്ടായ സ് ഈ വരിയിൽ 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. The consonant sound d is also repeated 4 times in the line, the verb and the deed. ഈ വരിയിൽ d എന്ന കോൺസണൻ്റ് സൗണ്ടും 4 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോൺസൊണൻസ് എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഉദാഹരണമാണ്. മെറ്റഫർ. സ്റ്റാമർ ഈസ് കമ്പയർഡ് ടു സൈലൻസ്. സ്റ്റാമർ എന്നുള്ള അവസ്ഥയെ സൈലൻസ് എന്നതിനോട് മെറ്റഫർ പോലെ കമ്പയർ ചെയ്തിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം, ദി ആക്ട് ഓഫ് സ്റ്റാമറിങ് ഈസ് കമ്പയർഡ് ടു ദി ആക്ട് ഓഫ് ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. ഗോഡ് ഓഫ് മീനിങ്സിന് സമർപ്പിക്കുന്ന ഒരു ബലി, അത്തരമൊരു പ്രവൃത്തിയോട് സ്റ്റാമറിങ് എന്ന അവസ്ഥയെ മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്നു. സിമിലി. സ്റ്റാമർ ഈസ് അഗൈൻ കമ്പയർഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് ലെയിംനെസ് യൂസിങ് ദ വേർഡ് ആസ്. ലെയിംനെസ് എന്ന ഒരവസ്ഥയോട് സ്റ്റാമർ എന്ന അവസ്ഥയെ കമ്പയർ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതൊരു സിമിലി കമ്പാരിസണാണ്. അതിനായി ആസ് എന്ന പദമാണ് ഉപയോഗിച്ചത്. സിമിലിയുടെ മറ്റൊരു ഉദാഹരണം, when the poet presents stammer as a state of creating various meanings and interpretations of words, he compares it to poetry having different interpretations using the word like. സ്റ്റാമർ എന്നുള്ള അവസ്ഥ കവി അവതരിപ്പിക്കുന്നത് വാക്കുകൾക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങളും ആശയങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നതിന് തുല്യമാണെന്നാണ്. ഇത് കവിതയ്ക്കുണ്ടാകുന്ന വ്യത്യസ്തമായ ആശയങ്ങളും വ്യാഖ്യാനങ്ങളും ഇതിന് തുല്യമാണ്. ഈ 2 അവസ്ഥയെയും താരതമ്യം ചെയ്തിരിക്കുന്നു ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട്. ഇതും സിമിലിയുടെ ഒരു ഉദാഹരണമാണ്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. കവിതയിൽ ചോദിച്ചിരിക്കുന്ന 2 ചോദ്യങ്ങൾ. ഡിഡ് സ്റ്റാമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്ട് or a language itself? ഇത് രണ്ടും റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഉദാഹരണമാണ്. By asking these questions, the poet persuades his readers to accept the reality that stammer is not a disadvantage. സ്റ്റാമർ എന്നുള്ളത് ഒരു പോരായ്മയല്ല എന്ന യാഥാർത്ഥ്യം വായനക്കാർ അംഗീകരിക്കണം. അത് അംഗീകരിക്കാൻ വേണ്ടി വായനക്കാരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്
ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. The poem Stammer concludes by highlighting the beauty of diversity and the essential role of stammering in our existence. നമ്മുടെ നിലനിൽപ്പിലും ജീവിതത്തിലും സ്റ്റാമറിംഗ് എന്നുള്ള അവസ്ഥയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു റോളുണ്ടെന്നും ഡൈവേഴ്സിറ്റിയുടെ വൈവിധ്യങ്ങളുടെ മനോഹാരിതയെ ഉയർത്തി കാണിച്ചുകൊണ്ടുമാണ് സ്റ്റാമർ എന്ന കവിത അവസാനിക്കുന്നത്. The poem encourages us to embrace stammering as an integral part of our lives, recognizing that imperfection are what make us unique and language rich in meaning. നമ്മുടെയൊക്കെ ഇംപെർഫെക്ഷൻസ്, അപൂർണതകളും പോരായ്മകളും അത് നമ്മെ അതുല്യരാക്കുന്നു, ഭാഷയെ സമ്പുഷ്ടമാക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടും ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് സ്റ്റാമറിംഗ് എന്നുള്ളതിനെ അംഗീകരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുമാണ് കവിത അവസാനിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വാട്ട് ദ പോയം കൺവേസ് ആസ് ഇറ്റ്സ് മെസ്സേജ് ആൻഡ് തീം. കവിതയുടെ ആശയവും സന്ദേശവും ഇതുതന്നെയാണ്. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു-വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.